ഇന്നത്തെ യാത്ര പറവൂർ കായൽ അറബിക്കടലിൽ ചേരുന്ന കാപ്പിൽ ബീച്ചിലേക്കാണ്. ഇതാണ് പറവൂർ ലേക്കിൻ്റെ മനോഹരമായൊരു വിദൂര ദൃശ്യം. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ആഴം കുറവായിട്ട് കാണുന്നെങ്കിലും ആരും ഇറങ്ങാതിരിക്കുക. ഇവിടെയൊക്കെ അപകടം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. കക്ക പോലുള്ള എന്തോ ജീവി വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. തീരത്ത് ഇതുപോലെ മനോഹരമായ ഒരു തെങ്ങിൻ തോപ്പ് പോലെ തോന്നുന്ന മനോഹരമായ പച്ചപ്പുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു വള്ളം കരയ്ക്ക് കയറ്റി വെച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഒരുപക്ഷെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗമൊക്കെ ആയിരുന്നിരിക്കാം ഈ വള്ളം. ഇന്നിവിടെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ കണ്ട് അത് ആസ്വദിക്കുന്നു. ഇവിടെ കുറേ പുതിയ നിർമ്മിതികളൊക്കെ കാണാം. ടോയ്ലറ്റ് ഫെസിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. കായൽ, അതിനപ്പുറം റോഡ്, പിന്നീട് ബീച്ച്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതാണ് റോഡ്. ഈ ഭാഗം പറവൂർ ഭാഗത്തേക്കും മറുഭാഗം വർക്കല ഏരിയയിലേക്കുമാണ് പോകുന്നത്. ഏകദേശ ഹൈവേ ആണ്. ബീച്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇവിടുത്തെ തെങ്ങുകൾ തന്നെയാണ് ഈ തീരത്തിന് ഇത്രയും മാറ്റി വയ്ക്കുന്നത്. ഇതാണ് ബീച്ചിൻ്റെ വ്യൂ കാണുന്നത്. കാലവർഷമായതിനാൽ തന്നെ കലിതുള്ളി തന്നെയാണ് കടലുള്ളത്. ഈ ചേരിയിലൊക്കെ ഇപ്പോൾ പോകുന്നത് ശ്രദ്ധിക്കുക. തീരത്തേക്ക് തിരി കയറാതിരിക്കാൻ കരിങ്കല്ല് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന രീതിയിലാണ് മഴമേഘങ്ങൾ നമുക്ക് വീഴുന്നത്. മഴ വന്ന് വീഡിയോ എടുക്കാനാകാത്ത മഴയാണ്. മഴ തെല്ലെന്ന് തോർന്ന ശേഷം ഞാൻ പോയത് ബീച്ചിൻ്റെ മറ്റു ഭാഗത്തേക്കാണ്. അവിടെയാണ് പൊഴിമുഖം, അതായത് കായലും കടലും കൂടെ ചേരുന്നതാണ്. തീരത്തേക്ക് വന്നെത്തുന്ന തിരമാല. വർക്കലയിൽ നിന്നും 8 കിലോമീറ്ററും കൊല്ലം ടൗണിൽ നിന്നും 20 കിലോമീറ്ററുമാണ് കാപ്പിലേക്കുള്ള ദൂരം. ഇതാണ് കായലിൻ്റെ മറ്റൊരു ഭാഗം. അക്കരെ ഭാഗത്ത് കുറേ റിസോർട്ടുകളുടെയൊക്കെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇവിടെ കാറ്റാടി മരങ്ങളുടെ ഒരു ശേഖരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ തീരെ ആഴം കുറഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത്. സൂം ചെയ്യുമ്പോഴുള്ള ദൃശ്യം ഇതുപോലെയാണ്. റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, കായലിൻ്റെ ചുരുൾ. ഇവിടെ നിന്നുള്ള ദൃശ്യമാണ്. ഇതാണ് കായലിൻ്റെ ഭാഗം.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.